ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംട ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇത്തരത്തിൽ കാണുന്ന ഒരു മൂവിങ് സബ്ജക്റ്റിന്റെ ബാക്കിലായിട്ട് എങ്ങനെ ഒരു ടെക്സ്റ്റിനെ പ്ലേസ് ചെയ്യാം എന്നതാണ് നോക്കാൻ പോകുന്നത്. അതും പ്രീമിയർ പ്രോ ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോ അത്തരത്തിൽ ഒരു മൂവിങ് സബ്ജക്റ്റിന്റെ ബാക്കിലായിട്ട് ഒരു ടെക്സ്റ്റിനെ എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വിഷ്വലിനെ ഞാൻ ഇവിടെ ടൈം ലൈനിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരേ കളർ ടോണിലുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ഈ കാണിക്കുന്ന നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ആ ഒരു ടെക്നിക്ക് ചിലപ്പോൾ വർക്ക് ആവത്തുള്ളൂ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന വിഷ്വൽസ് ഒരേ കളർ ടോണിലുള്ള ഒരു വിഷ്വല് മാക്സിമം എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പം ഞാന് കുറച്ചൊന്ന് ചെറുതാക്കിയാണ്, ഇത്ര ഒരു വിഷ്വൽ മതി. ഇതിന്റെ ഇവിടെ എത്തുമ്പോൾ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണിക്കണം. ഈ ഒരു ഐഫിൽ ടവറിന്റെ ബാക്കിലായിട്ട് ഒരു ടെക്സ്റ്റ് ഇങ്ങനെ കാണിക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പൊ ടെക്സ്റ്റ് ടൂൾ എടുക്കുക ഇവിടെ, എന്നിട്ട് എന്താണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ടെക്സ്റ്റ് എന്ന് വെച്ചാൽ അത് അങ്ങ് ടൈപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഐഫിൽ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇനി ഇത് സൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ഇത്ര ഒരു പോർഷൻ മാത്രം അത് കാണിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഒരു സൈസ് ഒക്കെ കൂട്ടാതെ ടെക്സ്റ്റിന്റെ സൈസ് ഒക്കെ കൂട്ടിയും കുറയ്ക്കുകയും അലൈൻമെന്റ് ഒക്കെ ചെയ്യാം. അപ്പം അതെല്ലാം കൃത്യമായിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ മതി, ഇവിടെ ആയിട്ട് വരാൻ വേണ്ടി കൊടുക്കുക. ഓക്കെ, അപ്പോ അത് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാല്, നമുക്ക് ഈ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വിഷ്വലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഈ ഒരു ടെക്സ്റ്റ് ലെയറിന്റെ മുകളിലായിട്ട് കൊണ്ടിടാം. അപ്പം അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് മുകളിലായിട്ട് കൊണ്ടിടാം. ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ മൗസ് മൂവ് ചെയ്താൽ മതി. അപ്പൊ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ V3 ലെയറിൽ നമ്മൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, എഫക്റ്റ് വന്നിട്ട് കളർ കീ എന്നത് സെർച്ച് ചെയ്യാം. ഇവിടെ കളർ കീയിങ് എന്ന് പറയുന്നതിനകത്തുണ്ട്, ആ ഫോൾഡറിനകത്ത് കളർ കീ ഉണ്ട്. അതിനെ നമ്മുടെ V3 കിടക്കുന്ന വിഷ്വൽ, അതായത് ഇപ്പൊ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്ന വിഷ്വലിന്റെ മുകളിലായിട്ട് കൊണ്ടുപോയി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ V3 കിടക്കുന്ന വിഷ്വലിലോട്ട് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റും അതുപോലെ നമ്മുടെ ഒറിജിനൽ വീഡിയോ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അതായത് V2ലെയും V1ലെയും വിഷ്വൽസ് ഒന്ന് ഹൈഡ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ V3 സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കളർ കീ എന്ന് പറയുന്ന സെക്ഷനിൽ വരാം. ഇവിടെ നമ്മൾക്ക് കിടക്കുന്ന കളർ എന്ന് പറയുന്ന ഒരു വയലറ്റ് പോലത്തെയാണ്. അത് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു പോർഷനിലെ കളർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം അതൊന്ന് പിക്ക് ചെയ്യാം. ഈ ഒരു പോർഷൻ ഇവിടെ ആയിട്ടാണെന്നല്ല നമുക്ക് ടെക്സ്റ്റ് വരണ്ടേ, അപ്പൊ ആ ഒരു പോർഷനിലെ കളർ ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ആ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കളർ ടോളറൻസ് എന്നതുകൊണ്ട് അതൊന്ന് കൂട്ടി കൊടുക്കാം. അതിന്റെ വാല്യൂ ഇപ്പൊ 0 ആണ്. അതൊന്ന് ജസ്റ്റ് കൂട്ടി കൊടുക്കുമ്പോൾ നമ്മളിപ്പോ സെലക്ട് പിക്ക് ചെയ്ത ആ ഒരു കളർ ഇതുപോലെ വൈപ്പ് ഔട്ട് ആയി പോകുന്നുണ്ടോ. ഓക്കെ, അപ്പൊ ഒരുപാടൊന്നും വേണ്ട, എനിക്ക് ഇത്ര ഒരു പോർഷനിൽ അത്രയൊന്ന് പോയി കിട്ടിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ എന്റെ ടെക്സ്റ്റ് വരാൻ പോകുന്നത് ഇത്ര ഒരു പോർഷനിലാണ്. അപ്പൊ അത്രയും പോർഷനിലെ ആ ഒരു കളർ അങ്ങ് പോയി കിട്ടിയാൽ മതി. ഫുള്ളായിട്ട് കൊടുത്താൽ ചിലപ്പോൾ ആ ഒരു കളർ ടോൺ ഉള്ള ഫുള്ള് പോയെന്നിരിക്കും. നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം കളർ ടോളറൻസ് കൊടുക്കാം. ഓക്കെ, അത്രയും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് ലെയർ ഒന്ന് അൺഹൈഡ് ചെയ്യാം. ഓക്കെ, കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, ആ ഒരു സബ്ജക്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതും കൂടെ ഒന്ന് അൺഹൈഡ് ചെയ്യാം. ഓക്കെ, അൺഹൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, നമ്മുടെ ഒറിജിനൽ വിഷ്വൽസും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ ബാക്കിലായിട്ട് ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ചെറിയൊരു ആനിമേഷൻസും കൂടെ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പം അതിനായിട്ട് നമ്മളിപ്പോ ഇവിടെ കളർ ടോളറൻസ് വാല്യൂ കൂട്ടി കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ആയിട്ട് ഒരു കീ ഫ്രെയിം കൊടുക്കുക. അതായത് ഇവിടെ ഒരു പോർഷനിൽ എത്തുമ്പോൾ ഇതൊന്ന് ഡിസ്പ്ലേ ആവണം. അതിനത് ഇപ്പോൾ ഉള്ള വാല്യൂ ഒരു കീ ഫ്രെയിം കൊടുത്തു. എന്നിട്ട് കുറച്ച് അതിന്റെ ടെക്സ്റ്റിന്റെ ഫ്രണ്ടിലായിട്ട് വന്നിട്ട് അതിന്റെ വാല്യൂ 0 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 0ൽ നിന്ന് 91ലോട്ടുള്ള ഒരു കീ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ,
അപ്പോൾ ഒരു ചെറിയ ആനിമേഷനിലോടുകൂടി ആ ടെക്സ്റ്റ് വന്നിരിക്കുന്നുണ്ടോ, ഇച്ചിരി കൂടെ ഒന്ന് ലാഗായിട്ട് വന്നാൽ മതി. അപ്പൊ അതിനുവേണ്ടി ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. കണ്ടോ, അപ്പൊ നേരത്തേനൊക്കെ കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ആയില്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇപ്പോ പ്രീമിയർ പ്രോ ഉപയോഗിച്ച് ഒരു സബ്ജക്റ്റിന്റെ മൂവി സബ്ജക്റ്റിന്റെ ബാക്കിലായിട്ട് ഒരു ടെക്സ്റ്റിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അതെല്ലാം ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മൂവിങ് സബ്ജക്റ്റിന്റെ ബാക്കിലായിട്ട് തന്നെ നമുക്കൊരു ടെക്സ്റ്റിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോയുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.